മൂന്നാം വട്ടവും അധികാരമെന്ന CPM-ന്റെയും പിണറായിയുടെയും സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ചില സർവേ ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. UDF ഭരണത്തിൽ വരുമെന്ന ഒരു സർവേ, BJPയുടെ വോട്ട് ശതമാനം കൂടുമെന്നും സർവേ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുന്നതിന്റെ സൂചന നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവുണ്ടാകുമെന്നും ഈ വോട്ടുകൾ BJPക്ക് അനുകൂലമാകുമെന്നും സർവേ പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 18 സീറ്റും LDF BJP മുന്നണികൾ ഓരോ സീറ്റ് വീതവുമാണ് നേടിയത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാലും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം ഉണ്ടാകില്ലെങ്കിലും വോട്ട് വിഹിതത്തിലാണ് പ്രകടമായ മാറ്റം ദൃശ്യമാകുന്നത്. സർവേ അനുസരിച്ച് വോട്ട് വിഹിതത്തിലെ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. UDF 42% ഉണ്ടാകും, അതായത് 2024 നിന്നും 1% കുറവ്. LDF 30%, 2024 നിന്നും 2% കുറവ്. BJP 24%, 2024 17% നിന്നും 7% വർധനവ്. ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന വോട്ടുകളാണ് BJPക്ക് നേട്ടമായി മാറുന്നതെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിലാണ് രാജ്യവ്യാപകമായി 1,25,123 പേരെ ഉൾപ്പെടുത്തി സർവേ നടത്തിയത്. വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഈ സർവേ ഫലം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയല്ലെന്ന് സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ നിരീക്ഷകർ പറയുന്നു. കേരളത്തിൽ 2 തരം വോട്ടിംഗ് ശീലമുണ്ട്. ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ ഒരു പ്രധാന ശക്തിയായി കാണാത്തതിനാൽ ലോക്സഭയിലേക്ക് UDF-നെ പിന്തുണയ്ക്കുകയും നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് നിലവിൽ കാണുന്നത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് സംഘടനാപരമായി ദുർബലമാണെന്നും ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണെന്നും രാഷ്ട്രീയ നിരീക്ഷക വ്യക്തമാക്കുകയാണ്. കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സംസ്ഥാനത്തും പാർട്ടിയെ ദോഷമായി ബാധിക്കുന്നുണ്ട്. ഒരു ശക്തിയായ വനിതാ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാൽ സ്ത്രീകൾ, OBC വിഭാഗങ്ങൾ എന്നിവരുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും ചിലർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം BJPയെ കേരളത്തിൽ എഴുതിത്തള്ളാനാകില്ലെന്ന് സീ വോട്ടർ സ്ഥാപകൻ വ്യക്തമാക്കുകയാണ്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും സംഭവിച്ചതുപോലെ ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് മാറുന്ന കഥ മുൻപ് കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ.